മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയ ജിസ്മോൾക്കും മക്കൾക്കും ജന്മനാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രയപ്പായിരുന്നു. പാല പടിഞ്ഞാറ്റിൻകര പൂവത്തുങ്കൽ ചെറുകര സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി സെമിത്തേരിയിൽ ജിസ്മോൾക്കും മക്കളായ നേഹ, നോറ എന്നിവർക്കും ഒരേ കല്ലറയിലാണ് ഇനി അന്ത്യവിശ്രമം. ഭർത്താവിന്റെ വീട്ടിലെ പീഡനങ്ങൾ സഹിക്കാനാകാതെയാണ് യുവതി മക്കളുമൊത്ത് ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ ജിസ്മോളുടെ പാലായിലെ വീട്ടിലെത്തിച്ചത്. സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം പള്ളിയിലെത്തിച്ചു. വൻ ജനാവലിയാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. ചെറുകര സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി സെമിത്തേരിയിൽ വൈകിട്ട് 5:30 മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. പാലായിൽ എത്തിക്കുന്നതിന് മുൻപ് മൃതദേഹങ്ങൾ രാവിലെ 9:20 മുതൽ 10:30 വരെ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ ഇടവകയായ നീറിക്കാട് ലൂർദ് മാതാപള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതേസമയം ജിമ്മിയുടെ വീട്ടിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോയതുമില്ല. ഭർത്താവിന്റെ വീട്ടിൽ നേരിട്ട മാനസിക പീഡനത്തെ തുടർന്നാണ് ജിസ്മോൾ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത്. ഇതേ തുടർന്ന് ജിമ്മിയുടെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരില്ലെന്നും അവിടുത്തെ പള്ളിയിൽ സംസ്കാരം നടത്തില്ലെന്നും ജിസ്മോളുടെ കുടുംബം നിലപാടെടുത്തിരുന്നു. സഭാതലത്തിൽ 2 ദിവസം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് നീറിക്കാട് 1.5 മണിക്കൂർ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കാൻ തീരുമാനമായത്. 10:30 പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹങ്ങൾ പാലായിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിന് പിന്നാലെ ജിസ്മോളുടെ ബന്ധുക്കളും ഭർത്താവിന്റെ ബന്ധുക്കളും തമ്മിൽ നേരിയ തോതിൽ സംഘർഷവും ഉണ്ടായി. തുടർന്ന് ജനപ്രതിനിധികൾ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. ജ്ഞാനായ സഭാ നേതൃത്വം നിയമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതോടെയാണ് ജിസ്മോളുടെ നാട്ടിലെ പള്ളിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവസരമൊരുങ്ങിയത്. ജ്ഞാനായ കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് വിവാഹിതയായ സ്ത്രീയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടത് ഭർത്താവിന്റെ ഇടവക പള്ളിയിലാണ്. എന്നാൽ ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിന് കാരണം ഭർത്താവും വീട്ടുകാരുമാണെന്ന് ആരോപിച്ച യുവതിയുടെ കുടുംബം സംസ്കാര ചടങ്ങുകൾ ജിസ്മോളുടെ ഭർത്താവിന്റെ ഇടവക പള്ളിയിൽ നടത്താനാകില്ലെന്ന് നിലപാടെടുക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സഭാ നേതൃത്വം 2 ദിവസത്തോളം നടത്തിയ ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും ഒടുവിലാണ് ജിസ്മോളുടെ ജന്മനാട്ടിലെ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്താൻ അനുമതി നൽകിയത്. ഏറ്റുമാനൂർ നീറിക്കാട് തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ ജിസ്മോൾ തോമസ്, മക്കളായ നോഹ, നോറ എന്നിവരാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ മീനച്ചിലാറ്റിൽ ചാടി മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ജിസ്മോൾ കുഞ്ഞുങ്ങളുമായി മീനച്ചിലാറ്റിൽ ചാടിയത്. പുഴയിൽ ചൂണ്ടയിടാനെത്തിയവരാണ് ഒഴുകിയെത്തുന്ന നിലയിൽ ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും കണ്ടത്. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കരയ്ക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. രാവിലെ വീട്ടിൽ വെച്ച് കൈത്തണ്ട മുറിച്ചും മക്കൾക്ക് വിഷം നൽകിയും ആത്മഹത്യാശ്രമം നടത്തിയ ജിസ്മോൾ ഇത് പരാജയപ്പെട്ടതോടെ സ്കൂട്ടറിലാണ് പള്ളിക്കുന്ന് കടവിൽ എത്തിയത്. ഇവരുടെ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ തോമസ്. ഹൈക്കോടതിയിലും പാലാ കോടതിയിലും അഭിഭാഷകയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ജിസ്മോളെ അലട്ടിയിരുന്നതായാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അയർക്കുന്നം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭർത്താവിന്റെ അമ്മയ്ക്ക് അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ രാവിലെ ആശുപത്രിയിൽ പോയിരുന്നു. അവർ എത്തുന്നതിന് മുൻപാണ് ആത്മഹത്യ നടന്നത്. സ്കൂട്ടറിൽ മക്കളുമായി എത്തിയ ജിസ്മോൾ മീനച്ചിലാറിന്റെ സംരക്ഷണ വേലി കടന്ന് ആഴം കൂടിയ അപകട മേഖലയായ പുളിങ്കുന്ന് കടവിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇവർ ഇറങ്ങിപ്പോകുന്നത് മറ്റാരും കണ്ടിരുന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം ഏറ്റുമാനൂർ പേരൂർ കണ്ണമ്പുര കടവിലാണ് ഒഴുകിയെത്തുന്ന നിലയിൽ കുട്ടികളെ ആദ്യം കാണാനിടയായത്. 2 കുട്ടികളെയും കരയ്ക്കെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ നാട്ടുകാർ ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഈ സമയത്ത് ജിസ്മോളെ ആറുമാനൂർ ഭാഗത്ത് നിന്ന് നാട്ടുകാർ കണ്ടെത്തി. തുടർന്ന് ഇവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ഇതിനുശേഷം നടത്തിയ പരിശോധനയിൽ കണ്ണമ്പുര ഭാഗത്തു നിന്ന് ഇവരുടേതെന്ന് കരുതുന്ന സ്കൂട്ടർ കണ്ടെത്തി. സ്കൂട്ടറിൽ അഭിഭാഷകയുടെ ചിഹ്നം അടങ്ങിയ സ്റ്റിക്കർ പതിച്ചിരുന്നു. മുത്തോലി പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ജിസ്മോൾ 2019-20 കാലയളവിൽ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജിസ്മോളുടെ ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു കഴിഞ്ഞു. മരിച്ച ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയോടും ചില ബന്ധുക്കളോടും പോലീസ് വിവരങ്ങൾ കാര്യമായി തേടുന്നുണ്ട്. ജിമ്മി ഉൾപ്പെടെയുള്ളവരുടെ വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസിന്റെ അടുത്ത നീക്കം. ചില കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന് കിട്ടിയ പ്രാഥമികമായുള്ള വിവരം. പക്ഷേ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രകോപനം എന്താണെന്ന് കാര്യമായി അറിഞ്ഞിട്ടില്ല. ഭർത്താവിന്റെ വീട്ടിൽ നേരിട്ട മാനസിക പീഡനത്തെ തുടർന്നാണ് ജിസ്മോൾ മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് എന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. നിറത്തിന്റെ പേരിലും സാമ്പത്തിക സ്ഥിതിയുടെ പേരിലും ഭർത്താവിന്റെ വീട്ടിൽ ജിസ്മോൾ മാനസിക പീഡനം നേരിട്ടുവെന്ന് സഹോദരൻ ജിറ്റു തോമസ് പറഞ്ഞിരുന്നു. പീഡനങ്ങളുടെ വിവരങ്ങൾ ജിസ്മോളുടെ അച്ഛനും സഹോദരനും ഏറ്റുമാനൂർ പോലീസിൽ മൊഴിയും നൽകിയിട്ടുണ്ട്.